അത് ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. സന്ദേശം വളരെ വ്യക്തമാണല്ലോ. അതായത് കേരളത്തിൽ ജാതി മതസ്പർദ്ധ ഉണ്ടാക്കാൻ നിരന്തരമായി ശ്രമിക്കുന്ന ഒരാളെ, മറ്റു സമുദായങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരാൾ, വിജിലൻസ് കേസിൽ കൂടി പ്രതിയായ ഒരാളെ മുഖ്യമന്ത്രി ആ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ സന്ദേശം ക്ലിയർ അല്ലേ? സന്ദേശം ക്ലിയർ ആണല്ലോ. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സന്ദേശം ക്ലിയർ ആണ്. ഞാനൊന്നും പറയുന്നില്ല. അല്ല, അത് എല്ലാ കക്ഷികളും, കോൺഗ്രസ് അടക്കം UDF ഘടകകക്ഷികളടക്കം എല്ലാവരും ആവശ്യപ്പെട്ടാണ്. കാരണം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോലെയാണ്. ആ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഉള്ളിൽ ഈ 2002 മുതൽ നീക്കം ചെയ്യുന്ന 52.5 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ പറ്റുമോ? ഞങ്ങള് മീറ്റിംഗിൽ ആവശ്യപ്പെട്ടാണ്. അത് ചെയ്തില്ലെങ്കിൽ അതൊരു തട്ടിപ്പായി മാറും. കാരണം സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 52.5 ലക്ഷം പേരെ ഇവർക്ക് കഴിഞ്ഞോലും ചെയ്യാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞോലും ചെയ്യാൻ പാടില്ലേ? ഈ ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷന്റെയും വക്കത്ത് കൊണ്ടുപോയിട്ട് പറയുവാണ് 52.5 ലക്ഷം പേർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര വോട്ടായി? 60,000 വോട്ടോളം ഒരു നിയോജക മണ്ഡലത്തിൽ ചേർക്കേണ്ടതായിട്ട് വരും. 60,000 വോട്ട് പുറത്തു പോകും. ഈ 60,000 വോട്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഈ അസംബ്ലി ഇലക്ഷന്റെ ഇടയിൽ ചേർക്കാൻ പറ്റുമോ? അപ്പൊ തട്ടിപ്പാണത്. ബീഹാറിൽ നടത്തിയത് പോലെയുള്ള പരിപാടിയാണ്. അതിനെയാണ് ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നത്. ഉറപ്പായി എതിർക്കുവാൻ. സംഘടന നടന്നപ്പോൾ അതിൽ BJP ലീഡേഴ്സിന് സംസ്ഥാന പ്രസിഡന്റടക്കം വേദിയിടം കിട്ടിയില്ല, അവർക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് താഴെ ഇരുത്തിയായിരുന്നൊരു വിമർശനം. അതൊന്നും അവര് നടത്തിയ പരിപാടിയെ കുറിച്ച് നമ്മൾ കമന്റ് പറയേണ്ട ആവശ്യം എന്താ? അവരെന്തിനാ പരിപാടി നടത്തിയത്? യോഗി ആദിത്യനാഥ് മെയിൻ അയ്യപ്പ സംഗമത്തിൽ, സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ മെസ്സേജ് കൊടുത്തിട്ട് പിന്നെ ഇവരെന്തിനാ വേറെ നടത്തണം? ഇവര് വേറെ നടത്തേണ്ട ആവശ്യം എന്താ? അവര് ഏറ്റവും വലിയ നരേന്ദ്രമോദി കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ നേതാവ് മറ്റേ അയ്യപ്പ സംഗമത്തിൽ ഇവരും കൂടി അവിടെ പോയിരുന്ന മതിയായിരുന്നല്ലോ. അപ്പൊ എല്ലാം തേഞ്ഞേനെ. അതായിരുന്നു കറക്റ്റ്. അത് ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. സന്ദേശം വളരെ വ്യക്തമാണല്ലോ. അതായത് കേരളത്തിൽ ജാതി മതസ്പർദ്ധ ഉണ്ടാക്കാൻ നിരന്തരമായി ശ്രമിക്കുന്ന ഒരാളെ, മറ്റു സമുദായങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരാൾ, വിജിലൻസ് കേസിൽ കൂടി പ്രതിയായ ഒരാളെ മുഖ്യമന്ത്രി ആ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ സന്ദേശം ക്ലിയർ അല്ലേ? സന്ദേശം ക്ലിയർ ആണല്ലോ. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സന്ദേശം ക്ലിയർ ആണ്. ഞാനൊന്നും പറയുന്നില്ല. ഇന്ത്യയിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ. യോഗി ആദിത്യനാഥാണ് പിണറായി വിജയനെ പറ്റി ഏറ്റവും നല്ല കൂട്ട്. കാരണം ഇപ്പൊ ആ ലൈനാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിന് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. അത് കഴിഞ്ഞ് അത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് അതിന് ഏറ്റവും നല്ല കൂട്ടി യോഗിയായിരുന്നു, സംശയമില്ല.